തീർച്ചയായും തൃശ്ശൂർ നിയോജക മണ്ഡലം നമ്മൾ തുടക്കത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അനുകൂലമായി തീർന്നതായിട്ടാണ് പ്രചാരണം അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം 75% പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. ജൻസി കുട്ടികളുടെ നല്ല രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരും. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ജൻസി കുട്ടികൾ നമ്മളെക്കാൾ യുക്തിസഹമായിട്ട് രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം യുവതലമുറയ്ക്ക് വളരെ പ്രയോജനപ്പെട്ടതായിട്ടാണ്. അവരുടെ വികസന കാഴ്ചപ്പാടുകളും അവരുടെ ടെക്നോളജിക്കൽ ആഗ്രഹങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ ഇനിയൊരു 5 വർഷം കൂടി ഇടതുപക്ഷം ഭരണത്തിൽ വന്നാൽ കേരളം വിട്ടു പോകാതെ തന്നെ കുട്ടികൾക്ക് ഇവിടെ സംരംഭകത്വമായിട്ട് കൂടാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് മിടുക്കന്മാരായ പല കുട്ടികളും പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പിന്തുണയുണ്ടാകും. പിന്നെ മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചും ഇടത്തരക്കാരെയും സാധാരണക്കാരെയും സംബന്ധിച്ചും 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം വളരെ വലിയ സംരക്ഷണവും സൗകര്യങ്ങളും വിശ്വാസവും നൽകിയിട്ടുണ്ട്. ആ വിശ്വാസം തീർച്ചയായിട്ടും വോട്ടായി മാറും. പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് നേടിയ കുറേ ബന്ധങ്ങളുണ്ട്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലും എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ തൃശ്ശൂർ നഗരത്തിലുണ്ട്. ഞാൻ ഇവിടുന്ന് പ്രചരണത്തിന് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ പഠിച്ചവർ, സഹപ്രവർത്തകർ തുടങ്ങി വലിയൊരു ശതമാനം ആളുകൾ ഇവിടെ ഫ്ലാറ്റുകളിലും മറ്റും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ രാഷ്ട്രീയതരമായ വോട്ടുകളും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായ ഉറച്ച വോട്ടുകളും ഈ പറയുന്ന പുതിയ വോട്ടുകളും നിഷ്പക്ഷമതികളുടെ വോട്ടുകളും ചേർന്നാൽ വളരെ മോശമല്ലാത്തൊരു ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ഏതാണ്ട് വസ്തുനിഷ്ഠമായി തന്നെ വിലയിരുത്തിയിട്ടുള്ളത്.